നമുക്ക് ഈ ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടി ലിംഫോസൈറ്റ്സ് അതൊരു വിഭാഗം ബി ലിംഫോസൈറ്റ്സിനെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ആന്റിബോഡി? നമ്മൾ പറഞ്ഞു എൻ ആർമി ഓഫ് പ്രോട്ടീൻ. അപ്പോൾ നമ്മളെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു കെമിക്കലാണ്, ഒരു പ്രോട്ടീനാണ് ആന്റിബോഡി. ഒരു ആന്റിബോഡിയുടെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് അത് നമ്മളിവിടെ നോക്കുന്നത്. ഒരു ആന്റിബോഡിക്ക് എത്ര ചെയിൻ ഉണ്ട്? ഒരു ആന്റിബോഡിക്ക് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ആണുള്ളത്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻ, അതായത് 2 ഇതിലെന്താ പറയാ, ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നത് ഇത് മൊത്തം ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൊത്തം ഒരൊറ്റ ചെയിൻ, ഇത് വേറെ, നീല കളറിൽ വേറെ. ഇതിനെ വലുതിന് നമ്മൾ എന്ത് പറയും? ഹെവി ചെയിൻ എന്ന് പറയും, കാരണം അതിന്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായിരിക്കും. ചെറുതിന് നമ്മൾ ലൈറ്റ് ചെയിൻ എന്ന് പറയും, മോളിക്കുലാർ വെയിറ്റ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഹെവി ചെയിൻ്റെ മോളിക്കുലാർ വെയിറ്റ് പഠിക്കണം എന്നില്ല. ഹെവി ചെയിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 50,000 ഡാൽട്ടനും, ലൈറ്റ് ചെയിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 25,000 ഡാൽട്ടനുമാണ്. അങ്ങനെ വരുമ്പം മിനിമം 1,50,000 അതിൻ്റെ ടോട്ടൽ ആവറേജ് മോളിക്കുലാർ വെയിറ്റ് വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലായി. 2 ഹെവിയും 2 ലൈറ്റും അല്ലേ. അപ്പോൾ ശരിക്കും ഇതിനകത്ത് എന്താ ഉള്ളത്? 2 ഹെവി, 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണുള്ളത്. അതിൽ 2 എണ്ണം എന്താണ്? 2 ചെയിൻ ഹെവി ചെയിൻ, 2 എണ്ണം ലൈറ്റ് ചെയിൻ. അപ്പോൾ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് H2L2 എന്നാണ്. ഹെവി ചെയിൻ 2 എണ്ണം, ലൈറ്റ് ചെയിൻ. ഇതിനെയാണ് നമ്മൾ ഹെവി ചെയിൻ എന്ന് പറയുന്നത്. ഈ ചെറുതിനെയാണ് ലൈറ്റ് ചെയിൻ. ഞാൻ ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചത് ലൈറ്റ് ചെയിൻ ആണ്, റെഡ് ഷെയ്ഡിൽ കാണിച്ചത് ഹെവി ചെയിൻ ആണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, ഇതിൽ ഈ ഹെവി ചെയിനകത്ത് ഫുൾ റെഡ് കളറിൽ കാണിച്ച ഈ ഒരു ഏരിയ ഫിക്സഡ് ആയിരിക്കും. ഈ ഏരിയക്ക് മാറ്റം ഉണ്ടാവില്ല. എല്ലാ ആന്റിബോഡിയിലും ഈ ഏരിയ സെയിം ആയിരിക്കും. ഈ ഏരിയയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേബിൾ ഏരിയ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ഏരിയ ആണ്. എന്നാൽ ഈ ഏരിയ ആണ് മാറുക. അപ്പൊ നിങ്ങൾ ഹെവി ചെയിൻ എടുത്താലും ലൈറ്റ് ചെയിൻ എടുത്താലും അതിലെന്തുണ്ട്? ഒരു ഫിക്സഡ് ഓർ സ്റ്റേബിൾ ഏരിയ ഉണ്ട്. എന്നാൽ വേരിയബിൾ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഇവിടെ കണ്ടില്ലേ? ആ 2 വേരിയബിൾ ഏരിയയുടെ ഇടയ്ക്കാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എൻട്രൻസിന് ചോദിക്കുന്നതാണ്, എവിടെയാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുക? അതിൽ ഓപ്ഷൻ 2 ഹെവി ചെയിൻ ഇടയ്ക്ക്, 2 ലൈറ്റ് ചെയിൻ ഒക്കെയാ ചോദിക്കുക. പക്ഷെ നമ്മൾ ഉത്തരം എന്ത് വരണം? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാ കാണുന്നത്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാ? അതായത് പാരാടോപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ഒരു ഹെവി ചെയിനും ഒരു ലൈറ്റ് ചെയിനും. ഇത് ഹെവി ചെയിൻ ആണ്, ഇത് ലൈറ്റ് ചെയിൻ ആണ്. ഒരു ഹെവിക്കും ഒരു ലൈറ്റിനും ഇടയിലാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഇവിടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ഇതും ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. അപ്പൊ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എവിടെയൊക്കെ തന്നെ എഴുതാൻ? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എവിടെയൊക്കെ കാണുന്നുണ്ട്? ഒരു ഹെവി ചെയിനും ഒരു ലൈറ്റ് ചെയിനും. ഇവിടെ ഒരു ഹെവി ചെയിൻ, മൊത്തം 4 എണ്ണല്ലേ. ഈ ഒരു ഹെവിക്കും ലൈറ്റിനും ഇടയ്ക്കിൽ ഒരു ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്, ഈ ഹെവിക്കും ഒരു ലൈറ്റിനും ഇടയ്ക്ക് മറ്റൊന്ന്. ഇപ്പൊ ഒരു ആന്റിബോഡിക്കകത്ത് 2 ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. 2 ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇത് ചോദിക്കും എൻട്രൻസിന്. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എവിടെയാണ് കാണുന്നത്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത് ഒരു ഹെവി ചെയിനും ഒരു ലൈറ്റ് ചെയിനും ഇടയില്ല. അത് വേരിയബിൾ റീജിയൻ ആണ്. ഈ റീജിയൻ വ്യത്യാസം വരും. അതുകൊണ്ടാണ് എല്ലാ ആന്റിബോഡിയും എല്ലാ ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാത്തത്. ചില പ്രത്യേക ആന്റിജൻ ചില പ്രത്യേക ആന്റിബോഡിയുമായി കൂടിച്ചേരാനുള്ള കാരണം ഈ ഒരു സ്പെസിഫിസിറ്റിയാണ്. ഈ ആന്റിജൻ ബൈൻഡിങ് സൈറ്റിൽ കൊള്ളുന്ന ആന്റിജനെ മാത്രമേ ഈ ഒരു ആന്റിബോഡി റിയാക്ട് ചെയ്യുള്ളൂ. അതാണ് അതിന്റെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ ചിത്രം തന്നിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കും നിങ്ങളുടെ ബോർഡ് എക്സാമിന്. ഈ ചിത്രം തന്നിട്ട് ഇത് എന്താണെന്നും ഇതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പറഞ്ഞാൽ ഇത് ആന്റിബോഡി എന്ന് നിങ്ങൾ പറയണം. ഇതിനകത്ത് ഈ വലുതിന് നമ്മൾ ഹെവി ചെയിൻ എന്നും ഈ ചെറുതിന് ലൈറ്റ് ചെയിൻ എന്നും പറയണം. ഈ 2 ഏരിയയെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയണം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് SS ബോണ്ട് കണ്ടില്ലേ? ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയണം. ഈ ചെയിന് തമ്മിൽ പിടിച്ചു നിർത്തുന്ന ശക്തി എന്ന് പറയുന്നത് ഡൈസൾഫൈഡ് ബോണ്ടാണ്.
അപ്പോൾ ഡൈസൾഫൈഡ് ബോണ്ട് എന്നും ഇതിനെ പറയണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഡൈസൾഫൈഡ് ബോണ്ട് എന്നാണ്, ഡൈസൾഫൈഡ് ബോണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത്. ഫോർമുല എന്താണ്? H2L2, 2 ഹെവി ചെയിൻ 2 ലൈറ്റ് ചെയിൻ. ഇതിന് വരാവുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അല്ലെ എൻട്രൻസിനും ചോദിക്കാം. ഈ ചിത്രം തന്നിട്ട് ചിത്രത്തിന് അടയാളപ്പെടുത്തുന്നതാണ് ബോർഡ് എക്സാമിന് ചോദിക്കുക. അതായത് ഇത് ഹെവി ചെയിൻ, ഇത് ലൈറ്റ് ചെയിൻ, ഇവിടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്, ഡൈസൾഫൈഡ് ബോണ്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് അടയാളപ്പെടുത്താനുള്ളത്. ഇനി എൻട്രൻസിന് ചോദിക്കുമ്പോൾ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എവിടെയാണ് കാണുക എന്ന് ചോദിക്കും. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത് ഒരു ഹെവി ചെയിനിനും ഒരു ലൈറ്റ് ചെയിനിനും ഇടയ്ക്കാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഒരു ഹെവി ചെയിനിനും ഒരു ലൈറ്റ് ചെയിനും ഇടയ്ക്ക് കാണുന്നതാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, അതിനെയാണ് പാരാടോപ്പ് എന്ന് പറയുക. എപ്പിടോപ്പ് എന്ന് പറയുന്നത് ആന്റിജനിലും പാരാടോപ്പ് എന്ന് പറയുന്നത് ആന്റിബോഡിയിലുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആന്റിബോഡിയുടെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഒരിക്കൽ കൂടെ പറയാം. നിങ്ങളിപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് 2ആയി തിരിക്കാന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ വീണ്ടും 2ആക്കി പറയാം. അതായത് ഏതിനെ? ഇമ്മ്യൂണിറ്റി അല്ല, അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയെ നമുക്ക് വീണ്ടും. അക്വയേർഡ് എങ്ങനെയൊക്കെയാ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഒന്ന്, പാത്തോജൻ നേരിട്ട് വരാം, അല്ലെങ്കിൽ ആ പാത്തോജനെ കൊന്നിട്ടോ വീക്കൻ ചെയ്തോ ശക്തി കുറച്ചിട്ടോ മനുഷ്യൻ വാക്സിൻ ആക്കിയിട്ട് മനുഷ്യന് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് കൊടുക്കാം. 2 രീതിയിലാണ് അക്വയർഡ്. ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിംഫോസൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഇമ്മ്യൂണിറ്റിയെ നമുക്ക് ഏതൊക്കെ പറയാമെന്നറിയോ? ഒന്ന് AMI എന്ന് പറയാം, AMI. മറ്റൊന്ന് CMI. എന്താണ് AMIയുടെ ഫുൾ നെയിം? ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നാ പറയുന്നത്. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇതാണ് AMI. CMIയോ? CMI എന്ന് പറഞ്ഞാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. രണ്ടെണ്ണം, AMI, CMI. എന്താണ് AMI? എന്താണ് ആന്റിബോഡി? ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബി ലിംഫോസൈറ്റ്സ് ആണല്ലോ. അപ്പൊ ബി ലിംഫോസൈറ്റ്സിന്റെ ഡയറക്റ്റ് ഇൻവോൾവ് ആവുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ AMI എന്ന് പറയുന്നത്. അതുപോലെ ടി ലിംഫോസൈറ്റിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അഥവാ CMI എന്ന് പറയാം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി AMIയും CMIയും. എന്താണ് AMI? ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ആന്റിബോഡി കൊണ്ടുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയെയാണ് നമ്മൾ AMI എന്ന് പറയുന്നത്. ഇത് ആന്റിബോഡി മീഡിയേറ്റഡ്. ആരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ്? ബി ലിംഫോസൈറ്റിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ് AMI എന്ന് നമ്മൾ പറയുന്നത്. ഇത് ആന്റിബോഡി എവിടെയാ കാണുന്നത്? ആന്റിബോഡി ഈസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ് അല്ലേ? അതുകൊണ്ട് തന്നെ AMI നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, ഫ്ലൂയിഡ് എന്നാണ് അർത്ഥം. അക്വസ് ഹ്യൂമർ, ദ്രവം എന്നാണ് അർത്ഥം, ഫ്ലൂയിഡ്. അപ്പോ ആന്റിബോഡി കാണുന്നത് ബ്ലഡിലായതുകൊണ്ട് നമ്മളെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്നതിനെ പറയും. അപ്പോ AMI, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഓൾസോ നോൺ ആസ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, because antibodies are present in blood. It is formed by, this type of immunity is provided by the B lymphocytes, the direct influence of B lymphocytes.
സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അത് സെല്ലാണ്, അതുകൊണ്ട് അത് ടി ലിംഫോസൈറ്റ്സ് എന്ന സെല്ലാണ്. ടി ലിംഫോസൈറ്റ്സിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ് CMI, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാം. എൻട്രൻസിന് ചോദിക്കാവുന്ന ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ഡ്യൂ ടു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്താണ്? ഈ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താ? ഗ്രാഫ്റ്റിംഗ്, അതായത് ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരാളുടെ ശരീരത്തിലുള്ള അവയവം മറ്റൊരാളുടെ അവയവം മാറ്റിവെക്കൽ എന്ന് കേട്ടിട്ടില്ലേ? ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അവയവം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാറ്റിവെച്ചാൽ ബോഡി അതിനെ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതാണ് ബോഡി റിജക്ഷൻ, ഗ്രാഫ്റ്റ് റിജക്ഷൻ. അതിൻ്റെ ഫലം പലപ്പോഴും നിങ്ങൾക്കറിയാം, രോഗികൾ ഈ കിഡ്നിയൊക്കെ മാറ്റിവെച്ച രോഗികൾ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുന്നത് കാണാം. കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ചിട്ടാണ് മാറ്റിവെക്കുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് ഇമ്മ്യൂണിറ്റി വരുമ്പോൾ ബോഡി അതിനെ ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യും. ആ റിജക്ഷന്റെ ഫലമായിട്ടാണ് ആളുകൾ മരിച്ചു പോകുന്നത് പലപ്പോഴും. അപ്പൊ ആ റിജക്ഷൻ, അതായത് ഗ്രാഫ്റ്റ് റിജക്ഷൻ, കാരണം ഇതിലേത് ഇമ്മ്യൂണിറ്റിയാന്ന് ചോദിച്ചാൽ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്നാട്ടോ പറയാ. എന്താ പറയാ? ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഗ്രാഫ്റ്റിംഗ്. വാട്ട് ഇൻ ബൈ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ആ ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് അത് റിജക്ട് ചെയ്യുന്നതിന് കാരണം CMI ആണ്. ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ഡ്യൂ ടു CMI. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ഡ്യൂ ടു CMI. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എന്തിന്? ബോർഡ് എക്സാമിനും ഇന്റർവ്യൂവിനും ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രാഫ്റ്റ് റിജക്ഷൻ. ആരാണ് നടത്തുന്നത് ചോദിച്ചാൽ അത് CMI ആണ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അതായത് ടി ലിംഫോസൈറ്റ്സ് ആണ്. ഇത്രയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇതല്ല ഇനിയും പഠിക്കാനുണ്ട്. ഇത് ഒരു തരത്തിൽ ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ബി ലിംഫോസൈറ്റ്സ് ആയി, ടി ലിംഫോസൈറ്റ്സ് ആന്റിബോഡിയുടെ സ്ട്രക്ചറായി, പിന്നെ അതേപോലെ തന്നെ AMI ആയി, CMI ആയി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, അതായത് ബ്ലഡിലൂടെ ആയതുകൊണ്ട്. ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ഡ്യൂ ടു CMI എടുത്തു പഠിക്കുക. ഇനി ഒരിക്കൽ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കൽ കൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ്? ഇമ്മ്യൂണിറ്റിയെ ഒരിക്കൽ കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചാൽ അടുത്ത കാറ്റഗറി, ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്നറിയോ? Immunity can be classified into two. One is called active immunity. ഇതും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെ. അടുത്തത് പാസീവ് ഇമ്മ്യൂണിറ്റി. നമുക്കേ ഇപ്പൊ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. ഈ ആന്റിബോഡീസ് എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ഉണ്ട്? പല ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആന്റിബോഡീസ് ഏതൊക്കെയാണ്? ഒന്ന് IG. ഇതാണ് സാധാരണ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന ഗാമാഗ്ലോബുലിൻസ് എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽബമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ഗ്ലോബുലിൻ ആൽഫ, ബീറ്റ, ഗാമാഗ്ലോബുലിൻ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതാണ് ആന്റിബോഡി. അപ്പൊ ആന്റിബോഡി നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് പറയുക. അതിന്റെ ഷോർട്ട് ഫോം ആണ് IG. അതിൽ ഒന്ന് IgG, രണ്ടാമത്തത് IgA, മൂന്നാമത്തത് IgM, നാലാമത്തത് IgD.
5 IgE. ഇതിൽ ഈ IgD വെച്ച് ബാക്കിയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IgG എന്താ, ഇതിനെപ്പറ്റി ചെറിയ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ബോർഡ് എക്സാമിന് ആവശ്യമില്ലാത്തതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. IgG എന്ന് പറയുന്നത് മോസ്റ്റ് അബൻഡന്റ് ആണ്. മോസ്റ്റ് അബൻഡന്റ് ഇമ്മ്യൂണോഗ്ലോബിൻ, ഏറ്റവും കൂടുതൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ആണ് IgG. This is the only immunoglobulin can pass through placenta. പ്ലാസന്റ് വഴി കടന്നു പോകാവുന്ന ഒരേ ഒരു ഇമ്മ്യൂണോഗ്ലോബിനാണ് IgG. അതുകൊണ്ട് അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ കുഞ്ഞിന് സംരക്ഷണം നൽകുന്നത് IgG വെച്ചിട്ടാണ്. ഇത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് പ്ലാസന്റ് വഴി കുഞ്ഞിന് ശരീരത്തിലെത്താം. IgA നമുക്കറിയാം, മോസ്റ്റ് അബൻഡന്റ്, ബോഡിയിലല്ല, മോസ്റ്റ് അബൻഡന്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻ കൊളസ്ട്രം, അല്ലെ? കൊളസ്ട്രത്തിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് മോസ്റ്റ് അബൻഡന്റ് ഇമ്മ്യൂണോഗ്ലോബിൻ ഇൻ ദ ബോഡിയാണ്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഇത് കൊളസ്ട്രത്തിൽ കാണുന്ന, മോസ്റ്റ് അബൻഡന്റ് അല്ല, കൊളസ്ട്രത്തിൽ കാണുന്ന ഒരു ആന്റിബോഡിയാണ് IgA. റിച്ച് വിത്ത്, നമ്മളെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, റിച്ച് വിത്ത് IgA. അത് മാത്രമല്ല, ഇത് അപ്പം അമ്മയിൽ മാത്രമല്ല ഇത് കാണുന്നത്, കൊളസ്ട്രോത്തിൽ മാത്രമല്ല കാണുന്നത്, ഇത് പുരുഷനിലും സ്ത്രീയിലും ഒക്കെ ഉണ്ട്. അത് എന്തിനാ കാണുന്നറിയോ? ഇൻഹെയിൽഡ് പാത്തജൻ, ഇൻജസ്റ്റഡ് പാത്തജൻ ഒക്കെ ചെറുക്കാൻ വേണ്ടി നമ്മളെ ശരീരം സജ്ജമാക്കുന്നത് IgA വഴിയാണ്. എന്നാൽ IgA റിച്ച് ആണ് എന്തില്? കൊളസ്ട്രോത്തിൽ. പിന്നെ IgM എന്ന് പറയുന്നത് ഫസ്റ്റ് ആന്റിബോഡി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഫസ്റ്റ് ആന്റിബോഡി ഫോംഡ്, അതായത് ഒരു ആന്റിജൻ വരുന്ന സമയത്ത് ആദ്യമായിട്ടുണ്ടാവുന്ന ആന്റിബോഡിയാണ് IgM. മാത്രമല്ല, ഇറ്റ് ഹാസ് എ പെന്റാമെറിക് സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനത്തെ ഒന്നില്ലേ, ഇങ്ങനത്തെ 5 എണ്ണം കൂടി ചേർന്നിട്ടുള്ള ഒരു പെന്റാമെറിക് സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്? ഈ IgM-നുള്ളത്. ഏറ്റവും വലിയ ലാർജസ്റ്റ് ആന്റിബോഡി. കാരണം ബാക്കിയെല്ലാം ഇങ്ങനത്തെ ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂ, ഇത് 5 എണ്ണം കൂടി ചേർന്നുണ്ടായതാണ് പെന്റാമെറിക് സ്ട്രക്ചർ. IgD ഞാൻ നിങ്ങളോട് പറഞ്ഞ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല, ഈ ലിംഫോസൈറ്റ്സിന് മേലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ്. പിന്നെ അതിന്റെ ആക്ടിവിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ IgE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് IgE ഈസ് റിലേറ്റഡ് വിത്ത് എന്തുമായിട്ടാ? അതുകൊണ്ട് എന്താ, ഇതാണ് എന്തുണ്ടാക്കുന്നത്? ഇറ്റ് വിൽ ക്രിയേറ്റ് അലർജി. നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആന്റിബോഡിയാണ് IgE. അലർജിയുമായി ബന്ധപ്പെട്ട ആന്റിബോഡി. ഇതിൽ IgG ചോദിക്കും. മോസ്റ്റ് അബൻഡന്റ് ആണ്, പ്ലാസന്റെ വഴി കടന്നു പോകാവുന്നതാണ്. മോസ്റ്റ് അബൻഡന്റ് കൊളസ്ട്രം ആണ് IgA. ആദ്യമായി ഉണ്ടാകുന്നതും ഏറ്റവും വലുതുമായ പെന്റാമെറിക് 5 ഐസോമർ പെന്റാമർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് IgM-ന്. പിന്നെ അലർജി ഉണ്ടാക്കുന്ന, അലർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ ആന്റിബോഡിയാണ് IgE. ഇത്രയും നമുക്ക് അതിനകത്ത് ആന്റിബോഡിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ പറയാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. ഞാൻ നേരത്തെ വന്ന പോയിന്റിലേക്ക് തന്നെ വരാം. നമ്മൾ ഇമ്മ്യൂണിറ്റിയെ വീണ്ടും രണ്ടാക്കി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെ വീട്ടിൽ അമ്മയാണ് എന്തുണ്ടാക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിനു വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഫാദറാണ്. അപ്പൊ അമ്മയാണ് അവിടുത്തെ B ലിംഫോസൈറ്റ്സ്, ഫാദറാണ് T ലിംഫോസൈറ്റ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ അമ്മ അമ്മയെ കൊണ്ട് ഫാദർ എന്ത് ഉണ്ടാക്കുന്നു? നിങ്ങളുടെ മദറിനെ കൊണ്ട് ഫാദർ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് വീട്ടിൽ വെച്ച് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു. കേസ് നമ്പർ 1. സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത്, ഫാദർ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് വീട്ടിൽ വെച്ച് തന്നെ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കുന്നു. കേസ് നമ്പർ 1. കേസ് നമ്പർ 2, നിങ്ങളുടെ മദറിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുകിൽ കൃത്യമായിട്ട് അറിയില്ല എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ അതിലുള്ള സമയം കിട്ടുന്നില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമില്ല. 2 കേസ്, ഒന്നുകിൽ അറിയില്ല അല്ലെങ്കിൽ സമയമില്ല.
ഈ സമയത്ത് ബുദ്ധിയുള്ള ഫാദർ ആണെങ്കിൽ എന്താണ് ചെയ്യുക? വീണ്ടും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണോ ചെയ്യുക? നിങ്ങളുടെ മദറിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ സമയമില്ല. ആ സമയത്ത് ഫാദർ എന്ത് ചെയ്യണം? ബുദ്ധിയുള്ള ഫാദർ ആണെങ്കിൽ എന്താ ചെയ്യുക? റെഡിമെയ്ഡ് ഫുഡ്, പുറത്ത് കുക്ക് ചെയ്തിരിക്കുന്ന ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാൻ പറയും. കേസ് നമ്പർ 2. ഇതിൽ കേസ് നമ്പർ 1 ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, കേസ് നമ്പർ 2 ആണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ എന്താണെന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാൻ ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ എന്താ ചെയ്യുക? ആന്റിജൻ. ഈ ആന്റിജൻ എന്ന് പറയുന്നത് എന്താവാം? വീക്കൻഡ് പാത്തജൻ ആവാം, ശക്തി കുറച്ച പാത്തജൻ ആവാം. അല്ലെങ്കിൽ എന്താവാം? ഒന്നുകിൽ വീക്കൻഡ് പാത്തജൻ ആവാം, അതല്ലെങ്കിൽ എന്ത് പാത്തജൻ ആവാം? ഒന്നുകിൽ വീക്കൻഡ് പാത്തജൻ, അതല്ലെങ്കിൽ കിൽഡ് പാത്തജൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോട്ടീൻ ആവാം. എന്തായാലും ഈ ആന്റിജൻ നമ്മളെ ശരീരത്തിൽ വന്നാൽ എന്ത് ചെയ്യും? ഈ ആന്റിജനെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ശരിക്കും ആരാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിന്റെ ഫലമായിട്ടാ? നമ്മൾ കൊടുക്കുന്ന ആന്റിജൻ ബോഡിയിൽ കിട്ടിയാൽ അതിന്റെ ഫലമായിട്ട്, അതിന്റെ റിയാക്ഷന്റെ ഫലമായിട്ട് ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മളെ ശരീരം സ്വന്തമായി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ്. സോ എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ആന്റിബോഡി ബൈ ദ ബോഡി ഇറ്റ്സെൽഫ്, ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിജൻ. ആന്റിജൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ ബോഡീനെ കൊണ്ട് തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യിക്കുക. അതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത്. സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് അമ്മയെ കൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വെച്ച് തന്നെ, അതായത് ബോഡിയിൽ വെച്ച് തന്നെ ആന്റിബോഡി കറുകൾ ഉണ്ടാക്കിക്കുക. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ ബോഡിയാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന എന്തുമാത്രം? ആന്റിജൻ. ആ ആന്റിജനാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഒന്നുകിൽ ഒരു പാത്തജൻ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ വാക്സിൻ രൂപത്തിൽ വരാം. അതാണ് ആന്റിജൻ. അതിന്റെ ഫലമായി നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന, നമ്മളെ ബോഡിയാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? മനസ്സിലായത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലായോ? ആന്റിജൻ എന്ന് പറയുന്ന, അതായത് ഒന്നുകിൽ വീക്കൻഡ് പാത്തജൻ, അല്ലെങ്കിൽ കിൽഡ് പാത്തജൻ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോട്ടീൻ ആന്റിജൻ രൂപത്തിൽ നമ്മളെ ശരീരത്തിൽ കുത്തിവെക്കുകയോ എങ്ങനെയെങ്കിലും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി സ്വന്തമായിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുക. ഒരു വാക്സിൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ വാക്സിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ബോഡി ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. ദാറ്റ്സ് കോൾഡ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. അപ്പോ ഇത് 2 തരമുണ്ട്. ഒന്ന് നാച്ചുറൽ ആക്റ്റീവ്, നാച്ചുറൽ ആണ് പക്ഷേ ആക്റ്റീവ് ആണ്. രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ആക്റ്റീവ് ചെയ്യാം. ഇതിന് എക്സാമ്പിൾ ഏതാ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എൻട്രൻസിനൊക്കെ. നാച്ചുറൽ ആക്റ്റീവിന് എക്സാമ്പിൾ ഏതാ? നാച്ചുറൽ ആക്റ്റീവിന് എക്സാമ്പിൾ ആണ് ഡയറക്റ്റ് എൻട്രി ഓഫ് പാത്തോജൻ or natural entry of pathogen. നിങ്ങളൊന്നും ചെയ്യല്ല, രോഗാണു നിങ്ങളുടെ ശരീരത്തിൽ പുറത്തുനിന്ന് കയറി വരിക. നാച്ചുറൽ എൻട്രി, ഡയറക്റ്റ് എൻട്രി, അതാണ് നാച്ചുറൽ ആക്റ്റീവ്. ഈ പാത്തോജൻ ആണ് ഇവിടുത്തെ ആന്റിജൻ. അതിന്റെ ഫലമായി നമ്മുടെ ബോഡി അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഡയറക്റ്റ് എൻട്രി ഓഫ്. ഇത് നാച്ചുറൽ ആക്റ്റീവ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവിന് എക്സാമ്പിൾ ആണ് വാക്സിൻസ്. ഇത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതാണ്. നാച്ചുറൽ ആക്റ്റീവിന് എക്സാമ്പിൾ ആണ് ഡയറക്റ്റ് എൻട്രി ഓഫ് പാത്തോജൻ. ആർട്ടിഫിഷ്യൽ ആക്റ്റീവിന് എക്സാമ്പിൾ ആണ് വാക്സിൻ. ഇവിടെ എടുക്കുകയാണെങ്കിലോ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കേസ് നമ്പർ 2, നിങ്ങളുടെ മദറിന് ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അല്ലെ സമയമില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ ബോഡിക്ക് സ്വന്തമായ ആന്റിബോഡി ഉണ്ടാക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അതിന് സമയം കിട്ടുന്നില്ല, ഫാസ്റ്റ് ആക്ഷൻ വേണം. അങ്ങനെ വരുമ്പം എന്താണ് ചെയ്യുക? അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ റെഡിമെയ്ഡ് ആന്റിബോഡീസ്, അതാണ് നമ്മുടെ റെഡിമെയ്ഡ് കറി പുറത്തുനിന്ന് വാങ്ങിയിട്ട് പ്രീ കുക്ക്ഡ് കറി വാങ്ങിച്ചു കൊണ്ടുവരികയെന്ന് പറഞ്ഞത്. അതായത് റെഡിമെയ്ഡ്, ഇപ്പൊ ഇവിടെ ആന്റിജൻ അല്ല കൊടുക്കുന്നത്, റെഡിമെയ്ഡ് ആന്റിബോഡി
റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി ഇൻട്രൻസ്ഡ് ഇൻ ദ ബോഡി. ഇവിടെ പിന്നെ എന്തിന്റെ ആവശ്യമില്ല, ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസിന്റെ ആവശ്യമില്ല. പ്രീ ഫോംഡ് എന്നൊക്കെ പറയും, നമുക്കിതിനെ പറയാം പ്രീ ഫോംഡ് ആന്റിബോഡി. മുമ്പേ ഉണ്ടാക്കിയ, പുറത്ത് വെച്ചുണ്ടാക്കിയ ആന്റിബോഡീനെ നേരിട്ട് നമ്മളെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. അപ്പൊ നമ്മളെ ബോഡി എന്തുണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ബോഡിക്ക് ആന്റിബോഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും ആന്റിബോഡി ബോഡി ഉണ്ടാക്കുന്നില്ല. ആന്റിബോഡി നമ്മൾ നേരിട്ടിട്ട് ബോഡിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് യുവർ ബോഡി ഹാസ് നോ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആന്റിബോഡി ഓർ യുവർ ബോഡി ഡു നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് ടൈം ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഒന്നുകിൽ സഫിഷ്യന്റ് ടൈം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ബോഡിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിൽ വരുമ്പോൾ റെഡിമെയ്ഡ് ആയ ആന്റിബോഡി നമ്മൾ കൊടുക്കുന്നു. ഇതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇതൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്ലോ ആക്ടിങ് ആണ്, സ്ലോ ഫോമിംഗ് ആണ്, സ്ലോ ആക്ടിങ് ആണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണ്. കണ്ടോ, ഇത് സ്ലോലേ ബോഡി ഉണ്ടാക്കുള്ളൂ. ഇന്ന് നിങ്ങൾ ആന്റിബോഡി കുത്തിയാൽ പിറ്റേന്ന് ആന്റിബോഡി ഉണ്ടാവില്ല. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇപ്പോഴത്തെ എന്തില്, കൊറോണ വാക്സിനിൽ. ഇപ്പൊ നമ്മൾ കൊറോണ വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ കൊറോണ വാക്സിൻ വന്ന് ഇഞ്ചക്ട് ചെയ്തു കഴിഞ്ഞാൽ ആളുടെ വിചാരം എന്താ, നാളെ മുതൽ നമുക്ക് പുറത്തിറങ്ങാൻ കൊറോണ വരില്ല. തെറ്റാണ്. കാരണം കൊറോണ വാക്സിൻ നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചാൽ നിങ്ങളെ ബോഡി, അതൊരു ആന്റിജൻ ആണ്, നിങ്ങളെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കാൻ സമയങ്ങളെടുക്കും. ചിലപ്പോൾ ആഴ്ചകളോ, ചില ആൾക്കാരുടെ ശരീരത്തിൽ മാസങ്ങളോ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേഫാ, കുറെ കാലത്തേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാം. കാരണം സ്ലോ ആക്ടിങ് ആണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്നാൽ ഇതോ പാസീവ് ഇമ്മ്യൂണിറ്റി, ഇത് ഫാസ്റ്റ് ആക്ടിങ് ആണ്, പെട്ടെന്ന് ആക്ട് ചെയ്യും. കാരണം ഇത് ഓൾറെഡി ആണല്ലോ, ഫാസ്റ്റ് ആക്ടിങ് ആണ്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണോ, ഷോർട്ട് ലിവ്ഡ് ആണത്. ഇതിന്റെ ആക്ഷൻ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷെ അതിന്റെ ആക്ഷൻ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലെ നമുക്ക് പറഞ്ഞൂടെ നാച്ചുറൽ പാസീവ് എക്സാമ്പിൾ ഏതാണ്? നാച്ചുറൽ പാസീവ് എക്സാമ്പിൾ ഏതാ? ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ഏതാ? നാച്ചുറൽ പാസീവ്. നാച്ചുറൽ പാസീവിന് എക്സാമ്പിൾ ആണ് ഒന്ന് IgG ത്രൂ പ്ലാസന്റ. നമുക്കറിയുന്നതാണ്, നേരത്തെ നിങ്ങൾ പഠിച്ചു. നാച്ചുറൽ പാസീവിന് എക്സാമ്പിൾ ആണ് IgG ത്രൂ എന്തിലൂടെ? പ്ലാസന്റ വഴി IgG കൊടുക്കുന്നത്. IgG റെഡിമെയ്ഡ് ആണ്. പിന്നെ അതുപോലെ IgA ത്രൂ കൊളസ്ട്രോം വഴി IgA കൊടുക്കുന്നത്. IgG അമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ അമ്മ കുഞ്ഞിന് സംരക്ഷണം നൽകുന്നത് IgG വഴി, പ്ലാസന്റ വഴി. പ്രസവിച്ചതിന് ശേഷം ബ്രസ്റ്റ് മിൽക്ക് വഴി, കൊളസ്ട്രോം വഴി, അത് IgA. ഇത് രണ്ടും റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ്, പക്ഷെ നാച്ചുറൽ ആണ്. ഇനി ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ആണ് എന്ത്? ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ആണ് ഒന്ന് ATS, ആന്റി ടെറ്റനസ് സീറം. ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിനെതിരെ നമ്മൾ റെഡിമെയ്ഡ് ആയ ആന്റിബോഡി കുത്തിവെക്കുന്നതാണ് ATS, ആന്റി ടെറ്റനസ് സീറം. അതുപോലെ ആന്റി വെനം, രണ്ടാമത്തെ എക്സാമ്പിൾ ആന്റി വെനം അഗൈൻസ്റ്റ് സ്നേക്ക് വെനം. പാമ്പ് കടിച്ചാൽ അതിനെ നമ്മളെ ബോഡിയിൽ ഇതുപോലെ ആന്റിജൻ കൊടുത്ത് ആന്റിബോഡി ഉണ്ടാക്കാൻ സമയന്നാൽ ആള് മരിച്ചു പോകും. അത് ഒഴിവാക്കാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആന്റിബോഡിയാണ് കൊടുക്കുന്നത്. ആണ് ആന്റി വെനം എന്ന് പറയുന്നത്. സ്നേക്ക് വെനത്തിന് എതിരായിട്ടുള്ള മരുന്ന്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പാസീവ് ആണ്. വാക്സിൻ അഗൈൻസ്റ്റ് ടെറ്റനസ്, ATS, ആന്റി ടെറ്റനസ് സീറം. അതേപോലെ തന്നെ എന്താ, ആന്റി വെനം അഗൈൻസ്റ്റ് സ്നേക്ക് വെനം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ പാസീവ്. ഇങ്ങനെ ആന്റിജനെ കൊടുത്ത് ശരീരത്തിനെ കൊണ്ട് ആന്റിബോഡി ഉണ്ടാക്കിക്കുന്ന മെത്തേഡിനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ റെഡിമെയ്ഡ് ആയ ആന്റിബോഡി കുത്തിവെച്ച് ശരീരത്തിന് ഫാസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്.
ഇതാണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ: നാച്ചുറൽ ആക്റ്റീവ്, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ്. നാച്ചുറൽ പാസീവ്, ആർട്ടിഫിഷ്യൽ പാസീവ്. ഇത് 4ഉം പഠിക്കണം എക്സാമ്പിൾ എൻട്രൻസിന്. ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം ബോർഡ് എക്സാമിന് ചോദിക്കാം. എക്സാമ്പിളും എക്സാമ്പിളൊക്കെ ആയിട്ട് ചോദിക്കാം. ഇത്രയാണ്. അപ്പൊ ഇനി ഇമ്മ്യൂണൈസേഷൻ അഥവാ വാക്സിനേഷൻ എന്ന് പറയാൻ എന്താ അർത്ഥം? ഇമ്മ്യൂണൈസേഷനും വാക്സിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇമ്മ്യൂണൈസേഷനും വാക്സിനേഷനും തമ്മിലുള്ള വ്യത്യാസം. വാക്സിനേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആണ്. നമ്മളെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന മെത്തേഡിനെയല്ലേ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും അതുണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിന്റെ പേരല്ലേ വാക്സിനേഷൻ. വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന മെത്തേഡാണ്. അതിൽ നിങ്ങൾ ഒന്നുകിൽ ശക്തി കുറഞ്ഞ, അതായത് വീക്കൻഡ് പാത്തജൻ, അല്ലെങ്കിൽ കൊന്ന, അതായത് കിൽഡ് പാത്തജൻ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആന്റിജനിക് ആയിട്ടുള്ള പ്രോട്ടീനുകളാണ് നമ്മൾ വാക്സിൻ രൂപത്തിൽ കുത്തിവെക്കുന്നത്. ആ വാക്സിൻ ഒരു ഇമ്മ്യൂണൈസേഷന്റെ ഒരു മെത്തേഡ് മാത്രമാണ്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് രോഗാണുക്കൾ ശരീരത്തിൽ കയറിയാലും നമുക്ക് ഇമ്മ്യൂണൈസേഷൻ, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡി കൊടുത്താലും നിങ്ങളുടെ ശരീരത്തിൽ എന്തുണ്ടാവാം? ഈ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാവാം. ഇതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതിനകത്ത് ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം 3 ടൈപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതുപോലെ എന്താ അടുത്തത്? ഒന്ന് ഇന്നേറ്റ്, മറ്റേത് അക്വയർഡ്, രണ്ടാമത്തത് AMI, ആന്റിബോഡി മീഡിയേറ്റഡ്, സെൽ മീഡിയേറ്റഡ്. ഇപ്പോ ആക്റ്റീവ്, പാസീവ്. നേരത്തെ നമ്മൾ പറഞ്ഞു ലിംഫോയിഡ് ഓർഗാൻ. എന്താണ് ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ? ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ലിംഫോസൈറ്റ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മച്ചുർ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ഓർഗാനെയാണ് ലിംഫോയിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. പ്രൈമറി ലിംഫോയിഡും സെക്കൻഡറി. പ്രൈമറി ലിംഫോയിഡ് ഓർഗാനിലാണ് ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നതും അതേപോലെ തന്നെ മച്ചുർ ചെയ്യുന്നതും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാനിലാണ് അത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുന്നത്. ഏതൊക്കെയാണ് പ്രൈമറി, ഏതൊക്കെയാണ് സെക്കൻഡറി? ബോൺ മാരോ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മൾ. ബോൺ മാരോവും അതേപോലെ തന്നെ തൈമസുമാണ് പ്രൈമറി. പിന്നെ സ്പ്ലീൻ, ടോൺസിൽ, പെയേഴ്സ് പാച്ചസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ, ഇതൊക്കെയാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗാൻ എന്ന് പറയുക. പിന്നെ അതിനകത്ത് നിങ്ങളെ ടെസ്റ്റിലൊരു കാര്യം നിങ്ങൾ പഠിക്കണം. മാൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് കാണാം നിങ്ങൾക്ക്. ലിംഫോയിഡ് ടിഷ്യൂവിന്റെ 50% മാൾട്ടാണ്. എന്താണ് മാൾട്ട്? മാൾട്ട് എന്ന് പറയുന്നത് ഒരു അബ്രിവേഷൻ ആണ്. മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്നാണത്. മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞു, പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില്, റെസ്പിറേറ്ററി സിസ്റ്റത്തില്, യൂറിനോജനൈറ്റൽ സിസ്റ്റത്തില് എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. ആ മ്യൂക്കസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂ ആണ് അവിടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അതിനെയാണ് മാൾട്ട് എന്ന് പറയുക. മ്യൂക്കോസൽ അസോസിയേറ്റഡ് lymphoid tissue which make up around 50% of the total lymphoid tissue in body. മനുഷ്യ ശരീരത്തിൽ ലിംഫോയിഡ് ടിഷ്യൂവിന്റെ 50% ഈ മാൾട്ടാണ്. അതിനാണ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പെയേഴ്സ് പാച്ചസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ നേരത്തെ പറഞ്ഞതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം നമുക്ക് നോക്കാം, എന്താണ് അലർജി? അല്ല, അതിനു മുമ്പ് നമുക്ക് അലർജിയെ മുമ്പ് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്താണെന്ന് നോക്കാം. ഇതൂടെ കഴിഞ്ഞാൽ ഈ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിയുകയാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ?
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ബോഡിക്ക് ഒരു കഴിവുണ്ട്. എന്താണ്? ഓട്ടോ ഇമ്മ്യൂണിറ്റി. എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ് ആന്റിജനെയും നോൺ സെൽഫ് ആന്റിജനെയും തിരിച്ചറിയാനുള്ള കഴിവ്. ദ എബിലിറ്റി ടു ഐഡന്റിഫൈ സെൽഫ് ആന്റിജൻ ആൻഡ് നോൺ സെൽഫ് ആന്റിജൻ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്നാൽ പുറത്തുനിന്ന് വരുന്ന ഒരു ചെറിയ ആന്റിജൻ ആണെങ്കിൽ പോലും അതിനെതിരായിട്ട് നമ്മുടെ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് പ്രതികരിക്കും. ഈ കഴിവിനെയാണ് സെൽഫിനെ നോൺ സെൽഫുമായിട്ട്, സെൽഫ് ആന്റിജനെ നോൺ സെൽഫ് ആന്റിജനുമായി തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണോ നമുക്ക് നഷ്ടപ്പെടുന്നത്, ഈ അവസ്ഥയുടെ പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. എബിലിറ്റി ടു is a disorder in which the body lost the ability to identify self antigen from non self antigen. ബോഡിക്ക് സെൽഫ് ആന്റിജനും നോൺ സെൽഫ് ആന്റിജനും തിരിച്ചറിയാനുള്ള എബിലിറ്റി, ദ ഡിസോർഡർ in which the body lost the ability to distinguish, to identify self antigen from non self antigen. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ ബോഡിയോട് തന്നെ എതിർക്കും. അത്തരത്തിൽ ബോഡിയോട് എതിർക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഇപ്പോഴും ഇതിന് ഈ ഇമ്മ്യൂണോളജിസ്റ്റ് 2 കാരണങ്ങളാണ് പറയുന്നത്. കറക്റ്റ് ഏതാ നമുക്കറിയില്ല. അതിൽ ഒരു കാരണം എന്താ? ബോഡി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞ കാരണം. രണ്ടാമത്തെ കാരണം ഡ്യൂ ടു ജെനറ്റിക് ഡിസോർഡർ. ചില ജനിതക കാരണങ്ങൾ കൊണ്ട്, ജനിതകമായ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളെ ബോഡിയെ തന്നെ എതിർക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളെ ബോഡിക്ക് സെൽഫ് ആന്റിജനും നോൺ സെൽഫ് ആന്റിജനും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് എന്നൊരു വിഭാഗം പറയുന്നു. എന്നാൽ ജനിതക കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ബോഡി നമ്മുടെ ഓർഗാനെ തന്നെ എതിർക്കുന്നതിനെയാണ് എന്ന് രണ്ടാമത്തെ കൺസെപ്റ്റ് പറയുന്നു. എന്തായിരുന്നാലും നമ്മുടെ ബോഡി പാർട്സ് തന്നെ ആക്രമിക്കുന്നതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. 2-3 എക്സാമ്പിൾ നമുക്ക് പറയാം. ഒന്നാമത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ ഒരു എക്സാമ്പിൾ ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. സന്ധിവാതമാണിത്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ രണ്ടാമത്തത് മയാസ്തീനിയ ഗ്രാവിസ്. കേട്ടിട്ടുണ്ട്. ഇത് ജോയിന്റിനെ ബാധിക്കുന്ന രോഗമാണ്. ഇത് മസിൽസിനെ ബാധിക്കുന്ന രോഗമാണ്. ഫസ്റ്റ് ഇയർ ലോക്കോമോഷനുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മയാസ്തീനിയ ഗ്രാവിസ് is a disease is due to the problem is an autoimmune disorder. Then third one on the rheumatoid arthritis, myasthenia gravis, Hashimoto disease. ഹാഷിമോട്ടോ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ ബോഡി തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണത്, ഹാഷിമോട്ടോ ഡിസീസ്. പിന്നെ നാലാമത്തത് പെർനേഷ്യസ് അനീമിയ. അതായത് പെർനേഷ്യസ് അനീമിയ എന്നാ എഴുതുമ്പോൾ AE ആണ്. പെർനേഷ്യസ് അനീമിയ, വൈറ്റമിൻ B12 കുറവുകൊണ്ടാണ് അനീമിയ. പിന്നെ IDDM, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെൽറ്റസ് എന്ന് പറയും, ടൈപ്പ് 1 ഡയബറ്റീസ്. ഇതൊക്കെ നമ്മളെ ശരീരത്തിനെ എതിർക്കുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് എക്സാമ്പിൾ ആണ്. ടെസ്റ്റിനകത്ത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദീസ് ആർ അബൌട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. സെൽഫിനെ നോൺ സെൽഫുമായി തിരിച്ചറിയാതെ ബോഡിയെ തന്നെ പ്രതികരിക്കുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഇനി നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു 5 ടോപ്പിക്കാണ് ഇതിനകത്തുള്ളത്. അതിൽ ഡിസീസ് അത് നമ്മൾ കഴിഞ്ഞു, ഇമ്മ്യൂണിറ്റി അത് കഴിയാൻ പോകുന്നു, പിന്നെ എയ്ഡ്സ്, ക്യാൻസർ
ആൻഡ് ഡ്രഗ്സ്, ആൽക്കഹോൾ, ടൊബാക്കോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇതിൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കഴിയാൻ പോവാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് അലർജിയാണ്. എന്താണ് അലർജി എന്ന് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ അലർജിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, അലർജി ഏജന്റിന്റെ പേരെന്താണ്, ഏതൊക്കെ കെമിക്കലാണ് അതിന് കാരണം, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് അലർജിക്ക്, എന്തൊക്കെയാണ് അലർജിക്ക് എക്സാമ്പിൾ, ഇത്രയും നമ്മൾ ഇതിൽ പഠിക്കണം. എന്താണ് അലർജി എന്ന് പറഞ്ഞാൽ? അലർജി എന്ന് പറഞ്ഞാൽ എക്സജറേറ്റഡ് റെസ്പോൺസ് ടു ആൻ ആന്റിജൻ. ചില ബൈ അവർ ബോഡി, അല്ലെ, നമ്മുടെ ശരീരം ഏതെങ്കിലും ഒരു പ്രത്യേക ആന്റിജനോട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയാ. കേട്ടില്ലേ, ചില സമയം നമ്മുടെ പേരൻസ് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ അവർ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യം പിടിക്കും. അത് നമ്മളെ സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുപോലെയാണ് ഈ കാര്യം. നമ്മുടെ അലർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ആന്റിജനോട്, അത് ഏതാണെന്നും പറയാൻ പറ്റില്ല, ഏതെങ്കിലും പ്രത്യേകമായ ഒരു ആന്റിജനോട് നമ്മളെ ബോഡി വേണ്ടതിലും കൂടുതൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അലർജി എന്ന് പറയാ. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും അലർജി പല സാധനങ്ങൾക്ക് വരുന്നത്. എല്ലാവർക്കും ഒരേ സാധനത്തോടല്ല അലർജി. ഒരാളുടെ ശരീരത്തിന് ഇപ്പൊ എ എന്ന് പറഞ്ഞ സാധനത്തിനോടാണെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിന് ബിയോടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ അലർജി പല ആൾക്കാർക്കും പല രീതിയിൽ വരുന്നത്. ചില ആൾക്കാർക്ക് ഡസ്റ്റിന് അലർജി ഉണ്ട്, ചില ആൾക്കാർക്ക് എഗ്ഗിന് അലർജി ഉണ്ട്, ചില ആൾക്കാർക്ക് ഷെൽ ഫിഷുകളില്ലേ, ഈ കല്ലുമ്മക്കായ പോലുള്ള സാധനങ്ങൾക്ക് അലർജി ഉണ്ട്, ചില ആൾക്കാർക്ക് പാലിനോട് അലർജി ഉണ്ട്, ചില ആൾക്കാർക്ക് ഫെദറിനോടാണ്, ചിലർക്ക് പോളൻ ഗ്രെയിൻസിനോടാണ്, ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് ഈ അലർജി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു ആന്റിജനോട് നമ്മുടെ ബോഡി കൂടുതൽ കാണിക്കുന്ന പ്രതികരണമാണ് അലർജി. എക്സജറേറ്റഡ് റെസ്പോൺസ് ടു certain antigen. It may vary from person to person. അതാണ് അലർജിയുടെ ഡെഫിനേഷൻ. അലർജിയുടെ സിംറ്റംസ് നമുക്ക് പഠിക്കാം. അലർജി ഉണ്ടാക്കുന്ന ഏജന്റിനെ എന്താ പറയാ നമ്മള്? അലർജി ഉണ്ടാക്കുന്ന ഏജന്റിനെ അലർജൻസ് എന്ന് പറയും. അലർജി ഉണ്ടാക്കുന്ന ഏജന്റിനെ അലർജൻസ് എന്ന് പറയും. ആരൊക്കെ ആവാം ഈ അലർജൻസ്? അതായത് പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പൂമ്പൊടികളാണ്, അതാവാം. അതല്ലെങ്കിൽ ആനിമൽ ഹെയർസ് ആവാം. മനസ്സിലായില്ലേ? ആനിമൽ ഹെയർസ്. ഇപ്പോ സാധാരണയായിട്ട് വരുന്ന ആനിമൽസിന്റെ ആവാം, അല്ലെ, ഹെയർസ് ആവാം. അതാണ് ഈ നായുടെ ഒക്കെ പൂച്ചയുടെ ഒക്കെ എന്താ പറയുക, ഈ ഡാൻഡ്രഫ് എന്ന് കേട്ടില്ല നിങ്ങൾ? അതുപോലെ അവരുടെ ഡാൻഡർ എന്നാണ് ടെസ്റ്റിൽ ചിലപ്പം കാണുന്ന ഒരു വാക്ക്. ഡാൻഡർ, ആനിമൽ ഡാൻഡർ എന്ന് പറഞ്ഞാൽ ആനിമൽ ഹെയർസ് ആണത്. അത് എന്താവാം? ഈ പൂച്ചയുടെ അല്ലെങ്കിൽ നായുടെ ഒക്കെ ഡാൻഡർ എന്നാണ് ടെസ്റ്റിൽ ഉണ്ടാവുക. അത് നിങ്ങൾ നോക്കുക. അപ്പൊ ആനിമൽ ഹെയർസ് ആവാം, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ പൂമ്പൊടികളാവാം. ചില മരങ്ങൾ പുഴുക്കുമ്പോൾ ഈ ശ്വാസം മുട്ട് വരും ചില ആൾക്കാർക്ക്. പോളൻ ഗ്രെയിൻസ് ആവാം, അല്ലെങ്കിൽ പിന്നെ എന്താവാം? ഈ ഡസ്റ്റ് മൈറ്റ്സ് ആവാം. ഡസ്റ്റ് അല്ല, ഡസ്റ്റ് മൈറ്റ്സ്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പുതുമഴ എന്ന് പറയും. ഈ മഴ പെയ്യുന്ന സമയത്ത് പുതുമഴയ്ക്ക് മണ്ണിന്റെ മണം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അത് ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക്. പക്ഷേ പെട്ടെന്ന് ചില ആൾക്കാർക്ക് ഇതുകൊണ്ട് ജലദോഷം പോലെ വരും, അലർജിക് റൈനൈറ്റിസ് വരും. കാരണം അത് ഈ വെള്ളം വീഴുന്ന സമയത്ത് ഈ മണ്ണിലുള്ള അല്ലെങ്കിൽ ഈ ഡസ്റ്റിലുള്ള ചില പ്രത്യേക ജീവികളുടെ ശരീരത്തിലുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് ആ സ്മെല്ല് വരുന്നത്. അത് നമുക്ക് അലർജി ഉണ്ടാക്കാം. അപ്പൊ ഡസ്റ്റ് അല്ല, ഡസ്റ്റ് മൈറ്റ് എന്നാ പറയാ. ഡസ്റ്റ് മൈറ്റ് ആവാം. അതുപോലെ എന്താവാം? ഫംഗസ് ആവാം. അപ്പൊ പഴയ പുസ്തകങ്ങള്, പഴയ തുണികളൊക്കെ എടുത്താൽ ചില ആൾക്കാർക്ക് അലർജി വരാം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അലർജൻസ്. ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കാം. പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടികൾ, ആനിമൽ ഡാൻഡർ, ആനിമൽ ഹെയർസ്, ഡസ്റ്റ് മൈറ്റ്, ഡസ്റ്റ് പൊടി, പിന്നെ ഫംഗസ്, ഇതൊക്കെ ഉണ്ടാക്കാം. ഇതാണ് ഏജന്റ്. ഇവരെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അലർജൻസ്. ഇനി ഏതൊക്കെ കെമിക്കലാണ് നമ്മളെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ
നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. പക്ഷേ ഇതിൽ വില്ലൻ ഹിസ്റ്റമിൻ ആണ്. അതുകൊണ്ടാണ് അലർജിയുടെ മരുന്നിനെ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഹിസ്റ്റമിൻ ആണ് പ്രധാനപ്പെട്ട വില്ലൻ. പിന്നെ സെറോട്ടോണിൻ, ഇത് രണ്ടും മാസ്റ്റ് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മാസ്റ്റ് സെല്ലുമായിട്ട് റിലേറ്റഡ് ആണ് IgE. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്ന അലർജി ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ആന്റിബോഡി എന്ന് പറയുന്നത് IgE ആണ്. ഒരു സത്യം പറഞ്ഞു തരട്ടെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറവ് 0.05% മാത്രം കാണുന്ന ഒരു ആന്റിബോഡിയാണ് ഈ IgE. പക്ഷെ അത് ഡേഞ്ചറസ് ആണ്, അലർജി ഉണ്ടാക്കുന്നു. പിന്നെ ഇതിലുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെന്റ് പഠിക്കുന്ന മുമ്പ് നമ്മൾ വിട്ടുപോയ ഭാഗം പഠിക്കാം. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളത്? അതായത് റണ്ണിങ് നോസ് അല്ലെ, സ്നീസിങ്. എന്താ സ്നീസിങ്? വാട്ടറി ഐസ്. ഇതുവരും ഇതൊക്കെ പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ്. ഡസ്റ്റ് അലർജിയുടെ ആണെന്ന് മനസ്സിലാക്കുക. ടെസ്റ്റിലുള്ളതാണ് ഇതൊക്കെ. റണ്ണിങ് നോസ്, മൂക്കൊലിപ്പ്. സ്നീസിങ്, തുമ്മല്. ദെൻ വാട്ടറി ഐസ്, കണ്ണിന് വെള്ളം വരിക. ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെയാണ്? ഇതെല്ലാം ഒരൊറ്റ നമ്മളെ ഡസ്റ്റ് അലർജിയുടെയാണ്. പിന്നെ ആർട്ടിക്കേരിയ എന്ന് പറഞ്ഞാലേ ഈ ചൊറിഞ്ഞിങ്ങനെ പൊങ്ങി വരിക. ഇതൊക്കെ അലർജിയുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അലർജി വരാത്ത ആൾക്കാരുണ്ടാവില്ല, അവരുടെയാണ്. ഇനി ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണ് കാരണം? ഈസ് ഡ്യൂ ടു ഹിസ്റ്റമിൻ. സോ ആന്റിഹിസ്റ്റമിൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ആന്റിഹിസ്റ്റമിൻ നിങ്ങൾ കേട്ടാം. സെട്രിസിൻ, ഫിനാമിൻ മലിയേറ്റ്, അവിൽ എന്ന് പറയുന്ന ഈ ടാബ്ലറ്റുകളൊക്കെ നമ്മൾ ആന്റിഹിസ്റ്റമിൻ കാറ്റഗറി വരുന്നതാണ്. ടെർഫെനഡൈൻ, ഫെക്സോഫിനഡിൻ തുടങ്ങിയുള്ള ആന്റി അലർജിക്കായ സാധനങ്ങളൊക്കെ ആന്റിഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിനിക് ആണത്. ആന്റിഹിസ്റ്റമിനിക്, ഹിസ്റ്റമിൻ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ അതേപോലെ ചിലപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കും. സ്റ്റിറോയിഡ്സ് പ്രത്യേകമായിട്ട് ആസ്മാറ്റിക് ആയ ആൾക്കാർക്ക് അറിയാം. അവരുപയോഗിക്കുന്ന ഇൻഹേലറിനകത്തൊക്കെ സ്റ്റിറോയിഡ് ഉണ്ട്. പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത്തത് നമ്മൾ അഡ്രിനാലിൻ ഉപയോഗിക്കാം. അഡ്രിനാലിൻ പക്ഷെ ഇത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് ഉപയോഗിക്കുക. അനഫൈലാറ്റിക് ഷോക്ക് എന്ന ഒരു ടോട്ടൽ അലർജി ഉണ്ട്. ആ സമയത്ത് നമ്മൾ അഡ്രിനാലിനാണ് ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് ലൈഫ് സേവിങ് ആക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹോർമോണാണെന്നറിയാം. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള എന്തൊക്കെയാണ് എക്സാമ്പിൾ ഇതിൽ. എന്തൊക്കെയാണ് എക്സാമ്പിൾ? എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആസ്തമ അല്ലേ, അലർജിക് കണ്ടീഷൻ, അലർജിക് ബ്രോങ്കൈറ്റിസ്, ആസ്തമ. പിന്നെ അതേപോലെ തന്നെ ഹെയർ ഫീവർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അലർജിക്ക് എക്സാമ്പിൾ ആണ്. ഹെയർ ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊടികൾ തട്ടിയിട്ടുണ്ടാവുന്ന അലർജി, അല്ലാതെ പനിയല്ല അത്. പൊടികളൊക്കെ തട്ടിയിട്ട്, പൂമ്പൊടികളും മറ്റു പൊടികളൊക്കെ തട്ടുമ്പോൾ ഉണ്ടാവുന്ന അലർജി. കണ്ണിന്നൊക്കെ വെള്ളം വരുന്ന കണ്ടിട്ടില്ലേ? ആ വാട്ടറി ഐസ്, ആ ഒരു അവസ്ഥയാണ് ഹെയർ ഫീവർ എന്ന് പറയാം. അപ്പോൾ ആസ്മ ബ്രീത്ത്ലെസ്നെസ്, ബ്രീത്തിങ് പ്രോബ്ലം, അത് ഇവിടെ വേണം എഴുതാൻ നമുക്ക്. ശ്വാസതടസ്സം, ബ്രീത്തിങ് പ്രോബ്ലം, അത് ആസ്മയുടെ ഒരു ലക്ഷണമാണ്. ഈ പറഞ്ഞ കൂടാതെ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് എന്ന് വേണേൽ ഇവിടെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ആസ്മ, പിന്നെ ഹെയർ ഫീവർ, ഇതാണ് എക്സൈസ്. ദീസ് ആർ എവറിഥിങ് അബൌട്ട് ദ അലർജി. ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ സെക്കൻഡ് സെക്ഷനായ എന്ത് കഴിഞ്ഞു? ഇമ്മ്യൂണിറ്റി എന്ന ഭാഗം കഴിഞ്ഞു. ഇനി തേർഡും ഫോർത്തും ഫിഫ്ത്തും കുറച്ച് പറയാനേ ഉള്ളൂ. വലിയ 2 സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം ഹാഫ് ആൻ അവർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതാണ്. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതാണ് നമ്മുടെ എയ്ഡ്സ്. ഹാഫ് ആൻ അവർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതാണ് ക്യാൻസർ. ഒരു 20-25 മിനിറ്റ്സ്, ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതാണ്. അപ്പം മാക്സിമം ഒരു 1 to 1.5 hour കൊണ്ട് തീർക്കാവുന്ന സെക്ഷനാണ് ഈ എൻറ്റയർ ചാപ്റ്റർ.